ഞാൻ ആര്, ഹൂ ആം ഐ, പാർട്ട് 2. കഴിഞ്ഞ ദിവസം ഞാൻ ആരെ എന്നുള്ളത് പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു നമ്മളിൽ വരുമ്പോൾ നമ്മൾക്ക് നിത്യമായ ജീവനെ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് പറയുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വേദപുസ്തകം വായിച്ച് ഒരക്ഷരം മനസ്സിലാകത്തില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തു വരുമ്പോൾ, ഞാനൊരു പുതിയ സൃഷ്ടിയാകുമ്പോൾ ഈ വേദപുസ്തകത്തിൻ്റെ ഓരോ വേർഡും ഓരോ വാക്യങ്ങളും ഓരോ അധ്യായങ്ങളും നമ്മുടെ ജീവിതമായി മാറുകയാണ്. എബ്രായ ലേഖനത്തിനകത്ത് 1:3 വാക്യം, ഈ എബ്രായ ലേഖനമൊക്കെ എന്ന് പറയുമ്പം ക്രിസ്തുവിനെക്കുറിച്ച് വീണ്ടെടുപ്പിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണത്. അപ്പം നമ്മൾ വായിക്കേണ്ടത് 3 വാക്യത്തിൽ ഇങ്ങനെ 1:3, അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് പറയുന്നത്. അപ്പം വചന അടിസ്ഥാനത്തിലാണ് ഈ 3 പറയുന്നതിൽ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമാണ്. ദൈവ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയുമായിട്ട് യേശുക്രിസ്തു വചനമായിട്ട് കടന്നു വന്ന് ഭൂമിയിലുള്ള സകല കാര്യങ്ങളും വചനം കൊണ്ട് മാത്രമാണ് നിയന്ത്രിക്കുന്നത്. അപ്പം വചനം കൊണ്ട് നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒത്തിരി ജോലി ചെയ്യുന്നവരോട് പറയും, ഒത്തിരി ജോലി ചെയ്യുന്നതിലൊന്നും കാര്യമില്ല. ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരങ്ങ് രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യുക, എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. കാരണം നമ്മളോട് ദൈവം പറയുന്നത് ദൈവം മുഴുവനും സൃഷ്ടിച്ചത് തൻ്റെ വചനം കൊണ്ടാണ്. അപ്പം ഈ വചനത്തിൻ്റെ ശക്തി വരുമ്പോഴാണ് നമ്മൾ വേറൊരു തലത്തിലോട്ട്, ഒരു റലം അല്ലെങ്കിൽ ഒരു തലത്തിലോട്ട് കയറുകയാണ്. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി, അവൻ തൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഉണ്ടാ, തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് ഭൂമിയെയും ഭൂതലത്തിനെയും എന്നെയും എനിക്കുള്ളതിനെയും നിങ്ങളെ നിങ്ങൾക്കുള്ളതിനെയും വഹിക്കുന്നവൻ, അവനാണ് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പം ഞാൻ ആരാണ്? ഞാൻ ആരെന്നുള്ള ചോദ്യമാണല്ലോ നിൽക്കുന്നത്. അപ്പം ഈ സൃഷ്ടിച്ച ദൈവം എൻ്റെ ഹൃദയത്തിൽ വരുമ്പം എന്നിലുള്ള അന്തരാത്മാവ് അല്ലെങ്കിൽ എൻ്റെ മനസ്സാക്ഷി ജീവിക്കുകയാണ്. മനസ്സാക്ഷിക്ക് ഈ യുഗങ്ങളുണ്ടല്ലോ, ഈ പലതരത്തിൽ 7-8 യുഗങ്ങളെന്ന് പറയുന്നതിന് ആദ്യത്തെ യുഗം ഇന്നസെൻ്റാണ്, എ ടൈം ഓഫ് ഇന്നസെൻസി. അതായത് പാപം അറിയാൻ വയ്യാതെ പരദീസയിൽ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ ജീവിച്ച കാലം ദൈവവും മക്കളും എന്ന ലെവലിൽ, അപ്പനും മക്കളും എന്ന ലെവലിൽ ജീവിച്ചു. ഒരു 4 വയസ്സുള്ളൊരു കുട്ടി അപ്പൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന പോലെ പാപം അറിയത്തില്ലായിരുന്നു. അത് ഇന്നസെൻറ്റ് സ്റ്റേജാണ്. രണ്ടാമത്തേതാണ് കോൺഷ്യൻസ്, മനസാക്ഷിയുടെ യുഗം. അതായത് ഒരു ദൈവം അവനെ വിട്ടുകൊടുത്തിരിക്കുക, എൻ്റെ ആത്മാവിന് എൻ്റെ കുറച്ചൊക്കെ ജീവൻ അവനിലുള്ളതിനാൽ അവൻ മനസാക്ഷിയോടെ ജീവിക്കും. അപ്പോൾ ഏതൊരു കിരാതവർഗത്തിലും അവർക്കൊരു കൂട്ടമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചില റൂളുകളുണ്ട്. അവരുടെ മനസാക്ഷി മറ്റുള്ളവരെ തിന്നുന്നതിനൊന്നും പ്രശ്നമില്ലെങ്കിൽ അവരങ്ങനെ അങ്ങ് ജീവിക്കും. അപ്പോൾ മനസാക്ഷി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിയും. പക്ഷേ മനസാക്ഷിയുടെ യുഗത്തിലും ദൈവത്തെ അറിഞ്ഞ് ആരും ജീവിക്കാൻ ഒക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മനസാക്ഷി കഠിനപ്പെട്ടപ്പോൾ ദൈവം നിയമത്തിൻ്റെ സമയം കൊണ്ടു തന്നു. അതായത് ഡിസ്പെൻസേഷൻ ഓഫ് ലോ, നിയമം മോശയിൽ കൂടെ തരികയാണ്. പല നിയമങ്ങൾ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ മനസാക്ഷി കഠിനമായതിനാൽ ദൈവം മനുഷ്യനെ പാപമേത് തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിയമം തന്നത്. അപ്പോൾ ഈ നിയമം തന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ നന്നാകാനൊന്നുമല്ല, മനുഷ്യൻ പാപം ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി. നിയമം പഠിക്കുന്നതുകൊണ്ട് ഒരുവൻ നല്ലതാകണമെന്ന് സാധ്യതയില്ല, പക്ഷെ നിയമം എന്തെന്നറിയുമ്പോൾ പാപം എന്തെന്നറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പാപത്തെ മൂടുക മാത്രമായി ചെയ്തത്. പുതിയ നിയമമായി ഇപ്പം ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപത്തെ കഴുകിക്കളയുകയാണ് ചെയ്യുന്നത്, എൻ്റെ രക്തത്താൽ. അപ്പോൾ ഈ 1 നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ പറയുന്നത്
തേജസ്സിൻ്റെ അവൻ പ്രഭയാണ്, തത്വത്തിൻ്റെ മുദ്രയായിട്ട് എൻ്റെ സകലതും അവൻ വചനം കൊണ്ടാണ് നിയന്ത്രിക്കുന്നത് എങ്കിൽ ഞാൻ ആരെയെന്ന്, എൻ്റെ ദൈവം ആരെയെന്ന് മനസ്സിലാക്കി എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, അവൻ വചനമായിട്ട് എൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ എനിക്ക് വ്യത്യാസം വരും, മറ്റുള്ളവർക്കല്ല. The change that happens not around, change happens inside me. നമ്മളിൽ ഒരു വ്യത്യാസമാണ് വരുന്നത്. ആ വ്യത്യാസം വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. അപ്പം വചനം അന്നേരമാണ് ഈ ദുർമനസാക്ഷിയായിട്ട്, അതായത് മനുഷ്യൻ കോൺഷ്യൻസിൽ അല്ലെങ്കിൽ മനസ്സാക്ഷിയിൽ കഠിനത വന്നതോടുകൂടി ദുർമനസാക്ഷിയുള്ളവരായി. ഈ ദുർമനസാക്ഷി വന്നു കഴിയുമ്പം പിന്നെ എങ്ങനെയാണ് ശരിയായ മനസാക്ഷി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴാണ് നമ്മളിൽ കുറവുണ്ടെന്ന് നമ്മൾ പോലും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ ഉണ്ടോ? ദുർമനസാക്ഷി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത് പണ്ട് TV പ്രോഗ്രാം തുടങ്ങിയ കാലത്ത് 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ വാക്യമാണ്. പക്ഷെ വീണ്ടും അത് കൊണ്ടുവരികയാണ് ആഴത്തിലേക്ക്. എബ്രായ ലേഖനം 10:19. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിലും മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. വളരെ ഇച്ചിരി കടുപ്പമാണിത്, പക്ഷെ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഇത്രയേ ഉള്ളൂ. ദൈവം തൻ്റെ പുത്രനായി യേശുവിനെ തന്നതോടുകൂടി സ്വർഗത്തിൻ്റെ തിരശ്ശീല രണ്ടായിട്ട് മാറിയിട്ട് ദൈവം നമ്മളെ പുത്രനിൽ കൂടെ വിളിച്ചു മാറ്റുമ്പോൾ നാം പുത്രന്മാരായി മാറുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ജീവൻ്റെ വഴി തുറന്നു വെച്ചിരിക്കുന്നത് നമുക്ക് തന്നത് ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ്, രക്തത്താൽ. അപ്പം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മാത്രമേ പാപവിമോചനമുള്ളൂ. യേശുവിൻ്റെ രക്തം തളിക്കുമ്പോഴാണ് സംഹാരദൂതൻ മാറിപ്പോകുന്നത്. അപ്പം യേശുവിൻ്റെ രക്തത്താൽ എനിക്ക് ദൈവത്തിൻ്റെ ആലയത്തിലോട്ട് കയറി ചെല്ലാനുള്ള ധൈര്യമുണ്ടായി. എനിക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ ദുർമനസാക്ഷി നീങ്ങിയിട്ട് എന്നെ ദൈവത്തിൻ്റെ വിശുദ്ധ ഹൃദയമുള്ളവരാക്കി മാക്കുക, പരമാർത്ഥ ഹൃദയം. അപ്പോൾ ഈ ദുർമനസാക്ഷി എന്ന് പറയുമ്പം മനസാക്ഷി കറക്റ്റല്ല, നമുക്ക് നമ്മുടെ തന്നെ നിയമം ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഈ മനസാക്ഷി ശരിയല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് യേശുവിനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ദുർമനസാക്ഷി എങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം പറയുന്നു, കർത്താവിൻ്റെ രക്തം കൊണ്ട് നിന്നെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ ദിനം പ്രതി യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകേണ്ടിയിരിക്കുന്നു. രക്തം കൊണ്ട് തന്നെയുമല്ല, അവൻ്റെ വെള്ളം കൊണ്ടും കൂടി കഴുകി ശുദ്ധിയാകും. അപ്പം വെള്ളം കൊണ്ട് കഴിയുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ. അപ്പം വിശ്വാസത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിശ്ചയം ഉണ്ടാകുമ്പം എനിക്കൊരു പരമാർത്ഥ ഹൃദയം തരികയാണ്. ആ വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വചനം കൊണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ചോയ്സ്. എവറി ഡേ മോർണിംഗ് യു ഹാവ് ടു മേക്ക് എ ചോയ്സ് ദാറ്റ് ഐ സ്റ്റാൻഡ് വിത്ത് ദിസ് ലിവിങ് ഗോഡ്. എൻ്റെ ഹൃദയം ദുർമനസാക്ഷി മാറ്റി വിശുദ്ധ നല്ല മനസാക്ഷിയുള്ളവരായി പരമാർത്ഥ ഹൃദയമുള്ളവരായി ദൈവത്തിന് വേണ്ടി ഞാൻ തയ്യാറാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ പടച്ചട്ട ഇടുകയാണ്. പിന്നെ അന്നത്തെ ദിവസം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവമാണ് നമ്മളെ ഉപയോഗിക്കുന്നത്. സോ ദ ചോയ്സ് ഈസ് ഫോർ യു ആൻഡ് മീ ടു ടേക്ക് അപ്പ് ദ ഡിസിഷൻ എവറി ഡേ ഏർലി മോർണിംഗ്. രാവിലെ തോറും അവൻ്റെ ആത്മാവ് നോക്കിക്കൊണ്ട് നടക്കുമ്പം നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേരുന്നുവെങ്കിൽ ആ ദിവസത്തെ പ്രവർത്തനം മുഴുവൻ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം മനസാക്ഷി ശരിയാക്കണമെങ്കിൽ വചനം അറിയണം. വചനം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ വചനം എത്രമാത്രം നമ്മളിൽ സാച്ചുറേറ്റഡ് ചെയ്യുക, അതായത് നമ്മൾ ഈ വചനം പഠിച്ച് 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 വചനത്തിൻ്റെ ഒരു പൊരുൾ നമ്മുടെ ഹൃദയത്തിൽ വളരുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സാക്ഷിക്ക് വിശുദ്ധി. ആ സമയത്താണ് എബ്രായ ലേഖനം 4:16 പറയുന്നത് പോലെ ഇങ്ങനെ ഒരു മനസ്സാക്ഷി ദൈവം തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യത്യാസമുണ്ടല്ലോ നമുക്ക്. 4:16 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്,
16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. അപ്പോൾ സ്വർഗമണ്ഡലം തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതിന് നമ്മൾ നേർച്ച കാഴ്ചകളൊന്നും ആവശ്യമില്ല. ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് വെരി സിമ്പിൾ. വളരെ ഈസി ആയിട്ട് സ്വർഗമണ്ഡലം തുറന്ന് നമുക്ക് വേണ്ടി വെച്ചിരിക്കുക യേശുക്രിസ്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് ലഭിക്കാൻ? കരുണ. You need to get the grace and the mercy of the living God. കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കണം. അതായത് എനിക്ക് തക്ക സമയത്ത് സ്വർഗമണ്ഡലത്തിൽ നിന്ന് എനിക്ക് കൃപ ലഭിക്കണമെങ്കിൽ എവിടെ ചെല്ലണം? അവൻ്റെ കൃപാസനത്തിലേക്ക് ഓടി വരിക. അപ്പോൾ ഈ കൃപാസനം എന്ന് പറയുമ്പോൾ ഈ സമാഗമന കൂടാരത്തിനകത്ത് പ്രാകാരം, വിശുദ്ധം, അതിവിശുദ്ധം എന്ന് പറഞ്ഞ് 3 സ്ഥലങ്ങളിലുള്ളതിൽ അകത്തളത്തിൽ അതിവിശുദ്ധ സ്ഥലത്താണ് ഈ പേടകത്തിനകത്തുള്ള ഈ ചെറിയ ചിപ്പ്, അതായത് ദൈവത്തിൻ്റെ 10 കൽപ്പനയും പിന്നെ അഹ്റോൻ്റെ റോഡും മന്നയും കൂടെ വെച്ചിരുന്ന ആ വിശുദ്ധമായിട്ടുള്ള ആ പേടകം അതിനകത്ത് വെച്ചിരുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിനെ നമ്മൾ നോക്കുകയാണ്. നമ്മുടെ അകത്തെ ആത്മാവ്, ദേഹം ദേഹി കഴിഞ്ഞിട്ട് അകത്തൊരാത്മാവുണ്ട്, അത് അകത്താണ് വെച്ചിരിക്കുന്നത്. അത് തീ കത്തണമെങ്കിൽ, അത് ജീവിക്കണമെങ്കിൽ ദൈവവചനം വേണം. ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യാതെ കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കത്തില്ല. കർത്താവിൻ്റെ വചനത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന് ദിനം പ്രതി അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവവചനം വെള്ളം പോലെ, വെള്ളത്താൽ വചനമാകുന്ന ജലസ്നാനം എന്നാണ് പറയുന്നത്, വെള്ളം പോലെ നമ്മുടെ മേൽ ദിനം പ്രതി ഒഴുക്കി നമ്മളെ ശുദ്ധീകരിച്ച് കഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കടന്നു വന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ രക്തത്താലും അവൻ്റെ വെള്ളത്താലും നെഞ്ചിൽ നിന്ന് വീണ വെള്ളവും രക്തവും നമ്മളെ ശുദ്ധീകരിച്ച് ദുർമനസാക്ഷി മാറ്റി. നമ്മുടെ പ്രവർത്തനമല്ലേ ദുർമനസാക്ഷി മാറ്റുന്നത്? ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടാണ്. ദുർമനസാക്ഷി മാറ്റി പരമാർത്ഥ ഹൃദയമുള്ളവരായി വിശുദ്ധ മനസാക്ഷിയുള്ളവരാകുമ്പോൾ കൃപാസനം തുറന്നു വെച്ചിരിക്കുന്നിടത്തേക്ക് കടന്നു വരാൻ ദൈവം വിളിച്ചു മാറ്റുന്നു. കടന്നുവാ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും രാവിലെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നിൽ ഏകാഗ്രചിത്തനായിരിക്കുന്നവരാരുണ്ട് എന്ന് നോക്കാൻ ലോകം മുഴുവനും ഊടാടി നടക്കുമ്പോൾ ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെന്ന് പ്രവർത്തിച്ചിട്ട് ഇന്നേ ദിവസം എൻ്റെ ഹൃദയത്തിനകത്ത് ദുർമനസാക്ഷികൾ വല്ലതുമുണ്ടെങ്കിൽ അത് വിശുദ്ധ രക്തം കൊണ്ട് കഴുകിയേച്ച് പുതിയ ഹൃദയം, പരമാർത്ഥ ഹൃദയമിട്ട് തന്ന് ക്രിസ്തുവിൻ്റെ കൃപ ലഭിക്കുവാൻ തക്കവണ്ണം ഈ കൃപായുഗത്തിൽ അത് വാങ്ങിച്ചെടുത്തുകൊണ്ട് എനിക്കും തലമുറകൾക്കും അനുഗ്രഹമാക്കി തീർക്കാൻ നിൻ്റെ അടുക്കലേക്ക്, കൃപാസനത്തിലേക്ക് ഞങ്ങൾ ഓടിക്കടന്നു വരുന്നു. നടന്നല്ല വരുന്നത്, ഓടിക്കടന്നു വരുന്നു. അതേ കർത്താവേ, ദ റൈച്വസ് റൺ അൺ ടു യു എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ ദൈവത്തിൻ്റെ ഗോപുരത്തിലേക്ക് ഓടിക്കടന്നു വരുന്നത് പോലെ നിൻ്റെ കൃപാസനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെ നിരത്തി വെക്കുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ കൂടെ പ്രവർത്തിച്ച് ഇന്ന ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരുന്നതിന് നന്ദി പറയുന്നു. നാഥൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു കാര്യവും ചെയ്യാനൊക്കത്തില്ല. ഭൂമിയിൽ എന്തെല്ലാം നേടിയെടുത്തെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ദൈവത്തോടുള്ള ആ ബന്ധത്തിന് വിപരീതമായി മാറുന്നു. കർത്താവേ, നിൻ്റെ സ്നേഹബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ നിന്നിൽ നിന്ന് ദാനമായിട്ട് തന്നിരിക്കുന്ന നിത്യമായ ജീവനെ ഞങ്ങൾ പ്രാപിച്ചെടുത്ത് ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അന്നന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ സ്വർഗത്തിൽ ഞങ്ങൾക്ക് പണിയുന്ന ഭവനങ്ങളാക്കി മാറ്റാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവ് യോഹന്നാൻ്റെ 14 പറയുന്നു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭവനം ഒരുക്കുമെന്ന്. എന്തുകൊണ്ടാണ് ഭവനമുണ്ടാക്കേണ്ടതെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചോയ്സ് അത് കർത്താവെ, സ്വർണം കൊണ്ടും മുത്തുകൊണ്ടും വെള്ളി കൊണ്ടും പണിയുന്നത് നിൻ്റെ ഇഷ്ടപ്രകാരമാണ് എങ്കിൽ കർത്താവെ, അതേ തരത്തിൽ തന്നെ പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും തടി കൊണ്ടും പണിത് ഒറ്റ തീ കൊണ്ട് നശിച്ചു പോകുന്ന വീടുകൾ പണിയാൻ ഞങ്ങളെ ഇടയാക്കല്ലേ കർത്താവെ.
അതുകൊണ്ട് നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് ഇന്നേ ദിവസം തിരുഹിതത്തിന് അനുസരണമായിട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് ശുദ്ധമുള്ള മനസ്സാക്ഷി ഇട്ട് തന്ന് പരമാർത്ഥ ഹൃദയത്തോടെ നിൻ്റെ മുമ്പിൽ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് വിശുദ്ധ ഹൃദയമാക്കി ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. അതനിഷ്ടമില്ലാത്ത ഒരു കാര്യം ഞങ്ങളുടെ മുമ്പിൽ കടന്നു വരരുത്. അങ്ങനെയുള്ളതെല്ലാം മാറ്റി തന്നാട്ട് തലമുറകളുടെ മേലും ഇത് ഐശ്വര്യമായിട്ട് കടന്നു ചെല്ലട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.